സോ ഗൈസ്, നമ്മൾ ഇന്നലെ ഇവിടോട്ട് വുഡ് ടൈപ്പ് എല്ലാം കൊണ്ടുവന്നിട്ട് അവിടെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു. ആൻഡ് ഇപ്പോൾ രാത്രി നല്ല മഴയാണ്. ആൻഡ് നമുക്ക് വേവ് 3 കാണാൻ പറ്റും. നമ്മുടെ 25ാമത്തെ ഡേ ആണ് ഗൈസ് ഇത്. സോ നമുക്ക് സ്ലീപ്പ് ആയിട്ട് 26ാമത്തെ ആക്കാം. പുറത്ത് നല്ല ഇടിയും മഴയുണ്ട്. എന്തായാലും അതെല്ലാം ഒന്ന് പോട്ടെ. ഓക്കെ, ഇപ്പോൾ എന്തായാലും രാവിലെ ആയിട്ടുണ്ട്. ഇടിയും മഴയും പോകേണ്ടതാണ്. നമുക്കിപ്പോൾ ഇവിടെ ഫുഡിന് നല്ല ക്ഷാമമുണ്ട് ഗൈസ്. ഞാൻ ഇവിടെ കുറച്ചിനകത്ത് വെച്ചായിരുന്നു. ഫുഡിന് നല്ല ക്ഷാമമുണ്ട്. ഫുഡ് നമുക്ക് അത്യാവശ്യം കുറച്ചേ കിട്ടുന്നുള്ളൂ. നമ്മുടെ റോക്കിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ കുതിര ഇവിടെ ഉണ്ട്. ആൻഡ് കുറച്ച് ദിവസമായി ഞാൻ ഈ വേൾഡിലോട്ട് കയറിയിട്ട്. സോ ഒരു മൊത്തത്തിലൊരു പുതിയൊരു ഇത് തന്നെ ഫീല്. എന്ത് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നല്ല ഫുഡെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ദേ ഇവിടെ കുറേ നിൽപ്പുണ്ട്. എൻ്റെ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമുക്ക് വില്ലേജിനെ തട്ടിക്കൊണ്ട് വരണം ഗൈസ്. എന്നുവെച്ചാൽ നമ്മൾ അവിടുത്തെ ഉള്ള വില്ലേജിൽ പോയിട്ട് കുറേ വില്ലേജിനെ നമുക്ക് ഇങ്ങോട്ട് തട്ടിക്കൊണ്ട് വരണം. ഞവന്മാരൊന്നും അവിടെ ജീവിക്കണ്ട, എല്ലാവരും എൻ്റെ അടിമകളായിട്ട് ഇവിടെ ജീവിക്കാനുള്ളതാണ്. സോ അതിന് മുമ്പായിട്ട് നമുക്ക് ലീഡും വേണം, ബോട്ടും വേണം. ഓക്കെ, ലീഡ് ഇതിനകത്ത് കാണും ഗൈസ്, നമ്മുടെ ബീച്ചിനകത്ത് കാണും ലീഡ്. ഒരു ലീഡ് കിട്ടി. ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ സ്ട്രിങ് വെച്ച് നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കാം. ഇതിനകത്തല്ലോ കേട്ടോ. ഇതിനകത്ത് 2 സ്ട്രിങ് ഉണ്ട്. വേറെ കുറച്ച് അയണും ഉണ്ട്, അതുകൂടെ എടുത്തേക്കാം. സോ നമുക്ക് 2 സ്ട്രിങ് കൂടെ കിട്ടി. നമ്മൾ ഇന്നലെ ബ്രെഡ് എടുത്തുകൊണ്ടെന്നായിരുന്നു, ഞാൻ മറന്നുപോയി. ഇന്നലെ അല്ല, കുറച്ച് ദിവസം മുമ്പ് ബ്രെഡ് എടുത്തുകൊണ്ടെന്നായിരുന്നു ഞാൻ മറന്നുപോയി. കാരണം വെളിയിൽ കയറിയിട്ട് തന്നെ എന്താ കുറേ നാളായിട്ടുണ്ട്. നമുക്കെന്തായാലും ഇപ്പോൾ വില്ലേജ് ഭയങ്കര അത്യാവശ്യമാണ് വില്ലേജസിനെ. കാരണം ഇനിയും താമസിച്ചാൽ ശരിയാവത്തില്ല. ആദ്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ബ്ലോക്ക് കൂടെ എടുത്തോണ്ടിരാം. അതിൻ്റെ കാര്യം ഞാൻ വീണ്ടും മറന്നുപോയി. ബ്ലോക്കിനെ പറ്റി തപ്പുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്ലോക്കും ഇല്ല എന്നാണ് എൻ്റെ കണ്ടുപിടുത്തം. അപ്പോൾ ഗൈസ് നമുക്കിനി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വുഡ് വെച്ച് തന്നെ ഉണ്ടാക്കാം. പക്ഷേ ഇടിമിന്നൽ വെട്ടാൻ പാടില്ല, വെട്ടിയാൽ നമ്മളെല്ലാവരും തീരും. സോ ഒരു ബക്കറ്റ് എന്തായാലും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഇവിടെ ചെറിയൊരു കൂടാരം ഉണ്ടാക്കി വെച്ചിട്ട് അവന്മാരെ കൊണ്ടിടാനുള്ള സാധനം സെറ്റ് ആക്കാം. നമുക്ക് ഇവിടെ ആയിട്ട് ഉണ്ടാക്കാം ഗൈസ് ബ്രീഡർ, ഈ ഒരു ഹൈറ്റിൽ. സോ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീടിനെ കാട്ടിയും ഒരു ബ്ലോക്ക് പൊക്കത്തിലാണ്, പക്ഷേ പ്രശ്നമില്ല. അല്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്, കുറച്ചുകൂടെ പിറകിലായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഈ ബ്രീഡറിൻ്റെ അലിമ്പൊന്നും കാണത്തില്ല. എന്തായാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പൊട്ടിച്ചളയും. ടെമ്പററി ആയിട്ട് ഉണ്ടാക്കുന്ന സെറ്റപ്പ് അല്ലേ. നമുക്ക് എന്തായാലും ഇവിടെ 2 വില്ലേജിനെ കൊണ്ടിടാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ടാക്കാം. സോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 വില്ലേജിനെ കൊണ്ടുവരണം. അതിനായിട്ട് നമുക്ക് വില്ലേജിലേക്ക് പോകാം ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് വെക്കട്ടെ, ഒരു ബോട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഗൈസ് കുറച്ചൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മളെ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ആൻഡ് അതിന് ഷെയ്ഡർ ഇടാൻ മറന്നുപോയി. കത്തിയോ ഇല്ലെന്ന് അറിയത്തില്ല. ഓക്കെ, എന്തായാലും നമ്മൾ ഷെയ്ഡർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഷെയ്ഡർ വേണോ വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഷെയ്ഡർ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും എനിക്കത്രയ്ക്ക് ഇഷ്ടമല്ല ഷെയ്ഡർ. എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് പ്ലെയിൻ വാനില മൈൻക്രാഫ്റ്റ് കളിക്കാനാണ് ഇഷ്ടം. സോ നമുക്ക് എന്തായാലും ഇവിടെ പോയിട്ട് 2 വില്ലേജറിനെ ഇനി ബോട്ട് കയറ്റിയിരുത്താം. അതിൻ്റെ പോണതിന് മുമ്പ് അവിടുത്തെ ബെഡ് കൂടെ അടിച്ചുകൊണ്ട് പോകാം. എന്ത് ചെയ്യാനാ, നമുക്ക് അവിടുത്തെ എല്ലാ ബെഡുകളും കൂടെ അടിച്ചുകൊണ്ട് വരാം ഗൈസ്. കാരണം അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ അല്ലാതെ ബെഡ് ഉണ്ടാക്കേണ്ടി വരും. നമുക്ക് ആദ്യത്തെ തന്നെ ബോട്ട് കയറ്റാം. ഡാടാ ഡാടാ ഡാ കയറ കയറ മോനെ മോനെ, എന്താ ബോട്ട് പ്ലേസ് ആവാത്ത? ഓടിയാ എവിടെ അവൻ? ഇങ്ങോട്ടല്ലേ വന്നേ? ഓക്കെ, ഇവിടെ 2 ഇരിപ്പുണ്ട്. ബ്രോ ബോട്ടി കയറും ബ്രോ. ഒരുത്തിനൂടെ കയറാൻ അങ്ങോട്ടാ. ഓക്കെ, എന്തായാലും 2 എണ്ണത്തിന് നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് സ്റ്റേഷൻ പൊട്ടിക്കണമെന്ന് വെച്ചാൽ ഫർണസ് എടുത്തേക്ക്. അവന്മാർക്ക് എന്തിനാ ഫർണസ് ഉണ്ട്. ഇനി നമുക്ക് നമ്മൾ പണി തുടങ്ങാം. ബെഡ് പൊട്ടിക്കാം. അപ്പോൾ നമ്മളെ ബെഡെല്ലാം നമ്മൾ അത്യാവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇവിടുന്ന് പിന്നെ നമുക്ക് ബോട്ട് കെട്ടിക്കൊണ്ട് അതിന് മുമ്പ് നമുക്ക് വർക്ക് സ്റ്റേഷനോടെ പൊട്ടിക്കണം. അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് തിരിച്ചു വരാനൊക്കെ ഭയങ്കര പണിയാണ്. വില്ലേജർ അത്യാവശ്യം നല്ല തലവരിക്കുന്നൊരു ജോലിയായതുകൊണ്ട് തന്നെ ഇത് 2 കൂടെ അങ്ങ് പൊട്ടിച്ചെടുത്താൽ പിന്നെ ഇനി തിരിച്ചു വരേണ്ട ആവശ്യം വരത്തില്ല. ഇതുകൂടെ പൊട്ടിച്ചെടുത്തേക്കാം അതിൻ്റെ ഇടയിൽ കൂടെ. 4 എണ്ണമായി. നൈസിന് നമുക്ക് ഇതിനകത്ത് ബോട്ട് കൊടുക്കാം. എല്ലാവരുടെ ടാറ്റ പറഞ്ഞോ. അവന്മാരെ നമ്മൾ തട്ടിക്കൊണ്ടു പോകാൻ പോവാ. കയറി വാടാ, ഇത്രയ്ക്ക് വെയിറ്റ് ആവും അവന്മാര്. എന്തായാലും കയറി വന്നിട്ടുണ്ട്. മച്ചാനെ ഒന്ന് പെട്ടെന്ന് വാ.
ഇവന്മാര് ഞാൻ എത്തിച്ചിട്ട് വേണം ഗൈസ് നമ്മളെ ഈ ബ്രീഡറിന്റെ ബാക്കി പണികളെല്ലാം നോക്കാനായിട്ട്. രാത്രി ആവാറായിട്ടുണ്ട്. ഒരു ബെഡ് വെച്ച് അങ്ങ് കിടന്ന് ഉറങ്ങാം. രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ കണ്ടിന്യൂ ചെയ്യാം സ്ട്രഗിൾ. അങ്ങനെ ഗൈസ് നമ്മൾ എന്തായാലും 10 മിനിറ്റിന് ശേഷം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ വീട് ദേ അവിടെ കാണാൻ പറ്റുന്നു ഇൻ ദ ഡിസ്റ്റൻസ്. അപ്പോൾ പല പല മൈൻക്രാഫ്റ്റ് വില്ലേജ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഇതെനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി. പ്രൊഫഷണൽ ആയതുകൊണ്ടൊന്നും അറിയത്തില്ല, എന്തായാലും ഇത് കുറച്ചുകൂടി ഈസി ആയിരുന്നു ഉമ്മാരെ കൊണ്ടുവരാനായിട്ട്. വലുതായിട്ടൊന്നും താമസിച്ചിട്ടില്ല. ഉച്ചയാവാറായോ ടൈം? ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ആ, ഇവിടെ എത്തിയപ്പോഴാണ് ഒന്ന് പൊട്ടിയത്. ഇത്രയും നേരമില്ല, റബ്ബർ ബാൻഡ് ഇട്ട് വലിച്ചു നീട്ടിയ പോലെയായിരുന്നു ഉമ്മറുടെ ലീഡിന്റെ ശക്തി. അങ്ങനെ നമ്മുടെ ടാർഗറ്റ് പ്ലേസ് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ചിക്കന്മാരെ കയറ്റിയിടാം. ഇവനൊന്ന് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ. അച്ഛനെ ഒന്ന് കേറി വരൂ. അതിന് ബ്ലോക്ക് വെക്കണം. ഓക്കെ, എന്തായാലും ഇത്ര എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചെയ്തിട്ട് പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും കൊണ്ടുവന്നതിൽ വളരെയധികം സന്തോഷം. ഇനി നമുക്ക് ആ ലീഡൂടെ കഴിച്ചെടുക്കാം. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റോൺ ജനറേറ്ററിൽ പോയി കുറച്ച് കോബിൾ സ്റ്റോൺ എടുത്തുകൊണ്ട് വരാം. കാരണം ഇനി ഇത് ബാക്കി ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോബിൾ സ്റ്റോണിൻ്റെ ആവശ്യം വരും ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും ഇതിൻ്റെ പണി തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മഴ പെയ്തു. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡറൊന്ന് മാറ്റിയിട്ടതാ. ഇവിടെ ഇപ്പോൾ എപ്പോൾ സുനാമി വരുമെന്ന് പറയാൻ പറ്റത്തില്ല. വെള്ളമൊക്കെ കയറി. അപ്പോൾ ഇതിൻ്റെ പണി ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വില്ലേജിനെ അങ്ങോട്ട് ബ്രീഡായി തുടങ്ങിയാൽ മാത്രം മതി. സോ ഇതുകൂടെ കിടന്നുറങ്ങുമ്പോൾ 30ാമത്തെ ഡേ ആവും നമ്മുടെ. ലെറ്റ്സ് ഗോ. സൂര്യനൊക്കെ അവിടെ തന്നെ ഉണ്ട്. സൂര്യൻ അസ്തമിക്കാനായിട്ട് പോവുകയാണ്. ആകാശത്ത് നിറച്ച് കാർമേഘങ്ങൾ. ചെറിയ മഞ്ഞ വെട്ടം തന്നുകൊണ്ട് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കിടന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാളെയാണ് നമ്മുടെ 30th ഡേ വരാൻ പോണത്. യെസ്, നമുക്കപ്പോൾ നമ്മുടെ ഡേ 13 ആയിട്ടുണ്ട്. ഇപ്പോൾ മേഘങ്ങളെല്ലാം ഇപ്പോൾ മാഞ്ഞു പോവേണ്ടതാണ്. എന്തായാലും രാവിലെ ആയ സ്ഥിതിക്ക് നമുക്ക് ഷെയ്ഡർ മാറ്റാം ഗൈസ്. കാരണം രാവിലെ കാണാൻ മറ്റേതാണ് രസം. കാരണം കുറച്ചുകൂടെ കളേഴ്സും ബ്രൈറ്റും ആയിട്ടുണ്ട്. പക്ഷേ രാത്രിയല്ല, മൊത്തത്തിലൊരു ഇതാകുമ്പോഴത്തേക്കും മഴ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആകുമ്പോൾ മറ്റേ ഷെയ്ഡറാണ് നല്ലത്. ഞാൻ ഫോട്ടോ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ നോക്കാം. അതിൻ്റെ കാര്യങ്ങളെല്ലാം. നമ്മുടെ ബ്രെഡെല്ലാം കിട്ടിയിട്ടുണ്ട്. ഓ, 2 സ്റ്റാക്ക് 21 അയ്യോ, ഞാൻ അതല്ലേ വീട്ടില് കുറച്ചുകൂടി ബ്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ കൊണ്ട് അവിടെ വില്ലേജിന് ഇട്ട് കൊടുക്കാം. ഇവന്മാരിവിടെ ബീട്രൂട്ട് നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ബീട്രൂട്ട് അല്ല, സീഡ് അമ്മേ. അടിപൊളി. ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ചില്ലായിരുന്നു. പോയി നമ്മളെന്തായാലും നമ്മൾ കൊണ്ടുവന്ന ബ്രെഡ് ഇവന്മാർക്ക് കൊടുക്കാം, ഉച്ചമാർക്ക് കൊടുക്കാം. ഉച്ചമാരിവിടെ ചില്ലടിച്ച് നിൽക്കുകയാണ്. 2 ഞാണുകളാണ് അതുകൊണ്ടാണ് ബ്രീഡൊന്നും പോകാനായിട്ടൊരു താല്പര്യമില്ലാത്തത് ഗേസ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇവന്മാർക്ക് ആ ബെഡ് കൂടെ വെച്ച് കൊടുക്കണമെന്ന്. സോ നമുക്ക് ആ ബെഡിൻ്റെ സംഭവം കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. കാരണം ഇനി അത് കാരണം ബ്രീഡാവാതിരിക്കുകയാണെങ്കിലോ ചെക്കന്മാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് തോന്നില്ല. ഒരു ബ്രെഡെങ്കിലും എറിഞ്ഞ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യായിരുന്നു. പ്രശ്നം ബെഡിൻ്റെ ഒന്നും അല്ലാന്ന്. പക്ഷെ ഇതൊന്നും എറിയുന്നില്ല, അതാ പ്രശ്നം. കൊച്ചു കള്ളന്മാരെ, ഇടാ കള്ള വെച്ചിണ്ടാവോ ശരിയോ? ശീഷ്, ഞാനിവിടെ ബിൽഡ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും കറക്റ്റ് ടൈമിൽ പുള്ളിക്കാരൻ പണി തുടങ്ങി. ഇതേ കൊച്ചു ട്രാപ്പിലും വന്ന്. അടാ ഇതെങ്ങനെ ഈ വൈ താ പോണ വൈ അവൻ എങ്ങനെ അതൊരു ഇറങ്ങി ഓടിയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അതൊരു വല്ലാത്തൊരു ഇതാണത്. ചെറുക്കൻ അതൊരു ഇറങ്ങി നേരെയും ഓടി. അങ്ങനെ ഓടാൻ പാടുള്ളതാണോന്ന് ചോദിച്ചാൽ അല്ല, പാടുള്ളതല്ല. ഞാൻ ഈ സൈഡിൽ വെച്ചോണ്ടാണോ എന്തോ പ്രശ്നം. നമുക്ക് എന്തായാലും ഒന്ന് പൊട്ടിച്ചിട്ട് മറ്റേ സൈഡിലോട്ടൊന്ന് വെച്ച് നോക്കാം.
ഓക്കെ, നമ്മളെന്തായാലും ഈ സൈഡും അച്ഛേ ഇത് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ തോന്നുന്നു. ഇപ്പോഴും അവന്മാർ ബ്രെഡ് അടിയുന്നുണ്ട്, പക്ഷേ അവന്മാർക്ക് ഇപ്പോഴൊന്നും ഞാൻ പറ്റത്തില്ല. എന്തായാലും ബ്രീഡ് ആവുമോ എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ വന്നപ്പോൾ സമാധാനമായി. സോ ബ്രീഡറിൻ്റെ കേസും അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ ഇവന്മാരെ ടോപ്പിലൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളോട് സെറ്റാക്കാമായിരുന്നു. ബട്ട് അതുകൂടെ ചെയ്താൽ ഐ തിങ്ക് ഇന്നത്തെ വീഡിയോ ഒരു 10 മിനിറ്റ് കൂടുതലാവും. അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യുന്നില്ല. നമുക്കതുപോലെ ഇപ്പം എന്തായാലും ഈ സാധനം വർക്കിംഗ് ആണെന്ന് കൺഫേം ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും എൻ്റെ മണ്ടയിലുള്ള സംഭവം കൂടെ ഒന്ന് വെച്ചിട്ട് പോവാം. വെച്ചാൽ ഇവിടെ ആരും വന്ന് സ്പോൺ ആവാതിരിക്കാൻ എന്നുള്ളത്. അതിന് മുമ്പ് കുറച്ചുകൂടെ ഒന്ന് പോയി കോൾ എടുത്തോണ്ട് വരട്ടെ, കേവിലെങ്ങാണ് പോയിട്ട്. നമുക്കിത് അവിടെ ഇവിടെ ആയിട്ടൊക്കെ വെക്കാം. അല്ലെങ്കിൽ ഇനി ഉണ്ടാവുന്ന കുട്ടികളുടെയും വന്ന് തല്ലി കൊല്ലാൻ പോകും സോംബികളെല്ലാം കൂടെ. മച്ചാമാരെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എന്തായാലും ചെക്കന്മാർ ബ്രീഡാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്തായാലും ഇനി സംശയം വേണ്ട. നല്ല അടിപൊളിയായിട്ട് ബ്രീഡാവുന്നുണ്ട്. ഇനിയുള്ള പേടി എന്ന് പറയുമ്പോൾ ഇവന്മാർ ഈ സീഡ് വരെ നട്ട് വയ്ക്കുക എന്നുള്ളതാ. സീഡ് വരെ നട്ട് വെച്ചാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മൂഞ്ചും. ഇവിടെ 2 ക്യാരറ്റ് വളർന്നല്ലാണ്ട് വേറൊന്നും ഇല്ലായിരുന്നു. നമുക്ക് എന്തായാലും 2 ക്യാരറ്റേക്ക് 2 ക്യാരറ്റ് അവിടെ കൊണ്ടുപോയി നട്ട് വയ്ക്കാം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കൊച്ചിൻ്റെ സൗണ്ട്. അതിനു മുമ്പേ പുതിയ ബേബി വന്നാ. എടാ കേമ മണ്ടയ്ക്കുന്ന ഒരു സീനാട്ടോ, ആൾക്കാർ സീനാ. പുള്ളിക്കാരടുത്ത ബേബിയായി. അപ്പോൾ എന്തായാലും വില്ലേജർ ബ്രീഡർ 100% വർക്കിംഗ് ആൻഡ് എഫിഷ്യൻറ്റ്, എവറിത്തിങ് ഓക്കെ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ വരുന്നതിലേക്കും ബൈ ഗൈസ്, ബൈ.